സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സമാപന വേദിയിൽ പ്രതിഷേധിച്ച സംഭവത്തിൽ കോതമംഗലം മാർ ബേസിൽ തിരുനാവായ നാവാമുകുന്ദ സ്കൂളുകൾക്ക് വിലക്കുമായി സംസ്ഥാന സർക്കാർ. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. വിഷയത്തിൽ സർക്കാരുമായി ആലോചിച്ച് പ്രശ്നപരിഹാരമുണ്ടാക്കുമെന്ന് മാർ ബേസിൽ സ്കൂൾ മാനേജർ ജോർജ് കൂർപ്പള്ളിയിൽ പറഞ്ഞു. സംസ്ഥാന സ്കൂൾ കായികമേളയിലെ ട്രോഫി വിവാദത്തെ തുടർന്നാണ് കോതമംഗലം മാർ ബേസിൽ ഉൾപ്പെടെ 2 സ്കൂളുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയത്. എറണാകുളം ജില്ലയിൽ സംഘടിപ്പിച്ച കേരള സ്കൂൾ കായികമേളയുടെ സമാപന ചടങ്ങിലുണ്ടായ പ്രശ്നങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ 3-അംഗ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് 2 സ്കൂളുകളെ 2025-26 വർഷത്തെ സംസ്ഥാന സ്കൂൾ കായികമേളയിലെ മത്സരങ്ങളിൽ നിന്ന് വിലക്കുന്നതെന്ന് ഉത്തരവിൽ പറയുന്നു. വിഷയത്തിൽ സർക്കാരുമായി ആലോചിച്ച് പ്രശ്നപരിഹാരമുണ്ടാക്കുമെന്ന് മാർ ബേസിൽ സ്കൂൾ മാനേജർ ജോർജ് കൂർപ്പള്ളിയിൽ പറഞ്ഞു. സംസ്ഥാന കായികമേളയിലുണ്ടായ സംഭവം കുട്ടികൾക്ക് അർഹതപ്പെട്ട അംഗീകാരം ലഭിക്കാതെ വന്നപ്പോൾ കുട്ടികളുണ്ടായ ഒരു വികാരപ്രകടനമാണ്. മാനേജ്മെന്റ് ഭാഗത്തുനിന്നോ സ്കൂളിന്റെ ഭാഗത്തുനിന്നോ അതിന് യാതൊരു പ്രതികരണവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഉണ്ടായ സംഭവ വികാസങ്ങൾക്ക് 150ഓളം കുട്ടികൾ ഈ സ്കൂളിൽ ഹോസ്റ്റൽ താമസിച്ച് പ്രാക്ടീസ് ചെയ്തു വരുന്നുണ്ട്. അവരുടെ ഭാവിയെ പരിഗണിച്ച് MLA-യുമായിട്ട് ആലോചിച്ച് സർക്കാരുമായിട്ട് സംസാരിച്ച് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാവുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതുമായിട്ട് മുമ്പോട്ട് പോകും. മാനേജ്മെന്റിനെ വിളിച്ചില്ല, ടീച്ചറെയും FMSനെയും പ്രിൻസിപ്പലിനെയും വിളിച്ചു. അവർ പോയി അവർക്ക് പറയാനുള്ള ഭാഗങ്ങൾ പറഞ്ഞു. അവരൊരു റിപ്പോർട്ടായിട്ട് എഴുതി കൊടുത്ത് ക്ഷമാപണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഉണ്ടായ തീരുമാനങ്ങളാണിത്. മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. കുട്ടികളുടെ വികാരമാണ്. കുട്ടികൾക്ക് അർഹതപ്പെട്ട ഒരു അംഗീകാരം കിട്ടാണ്ട് വന്നപ്പോൾ കുട്ടികളുടെ ഒരു വികാര പ്രകടനമാണ് അവരവിടെ നടത്തിയത്. അതിന് മാനേജ്മെന്റുമായിട്ട് സ്കൂളുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിട്ടില്ല. കുട്ടികൾക്ക് ഉണ്ടാകുന്ന അന്നേരം അവർക്ക് സമ്മാനം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് സ്റ്റേജിലേക്ക് ചെന്നപ്പോഴാണ് ഇല്ല എന്നൊരു പ്രതികരണം കിട്ടുന്നത്. അപ്പോൾ അവർക്കുണ്ടായ ഈ സ്കൂള് മാത്രമല്ല, മറ്റു സ്കൂളും ഉണ്ടായിരുന്നല്ലോ, അവരാണ് ആദ്യം തുടങ്ങി വെച്ചതെന്ന് പറഞ്ഞു. അവരുടെ കൂടെ നമ്മുടെ കുട്ടികളും പ്രതിഷേധം പ്രകടിപ്പിച്ചു. 150 കുട്ടികൾ ഹോസ്റ്റലിൽ താമസിച്ച് ഇവിടെ പ്രാക്ടീസ് ചെയ്ത് വരുന്നുണ്ട്. സ്പോർട്സിലും ഉണ്ട്, ഫുട്ബോളിലും ഉണ്ട്. നല്ല സർക്കാർ തീരുമാനം മാറ്റവും ഞങ്ങളായിട്ട് സംസാരിക്കാന്നുള്ളതാണ് ഞങ്ങളുടെ ധാരണ. വിശ്വാസം ഞങ്ങളുടെ അതാണ്. സംസാരിച്ചിട്ടില്ല, എന്നാൽ സംസാരിച്ചിട്ട് ഇന്നലെ വന്നേ. ഇന്നലെ സംസാരിച്ചിട്ട് സർക്കാരുമായിട്ട് ബന്ധപ്പെടാമെന്നാണ് വിചാരിച്ചാണ് ഇരിക്കുന്നത്. എറണാകുളത്ത് നടന്ന കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരം GV രാജ സ്പോർട്സ് സ്കൂളിന് 2ാം സ്ഥാനം നൽകിയതിനെതിരെയാണ് ഇരു സ്കൂളുകളും പ്രതിഷേധിച്ചത്. കായികമേളയിൽ സ്പോർട്സ് സ്കൂളെന്നും ജനറൽ സ്കൂളെന്നും വേർതിരിവില്ലെന്ന ഔദ്യോഗിക വിശദീകരണം അംഗീകരിക്കാനാവില്ലെന്ന് ഇരു സ്കൂളുകളും നിലപാടെടുത്തിരുന്നു. 2 സ്കൂളുകളും ചേർന്ന് സർക്കാരിന് നൽകിയ പരാതിയിൽ അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും അറിയിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് അടുത്ത വർഷത്തെ കായികമേളയിൽ നിന്ന് ഇരു സ്കൂളുകൾക്കും വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.